ഇവിടെയാണ് കർത്താവിൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ പ്രതികാര ദിവസം എന്നുള്ളത് ഒരു സത്യമാണെങ്കിലും ആ പ്രതികാര ദിവസത്തിൽ താളടിയായി പോകുന്നത് അഹങ്കാരികൾ മാത്രമാണ്. യഹോവയെ ഭയപ്പെടുന്നവന് ഈ പ്രതികാര ദിവസം തന്നെ എന്താണ്? നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്ന ഒരു ദിവസവുമാണ്. അതുകൊണ്ട് യഹോവയുടെ പ്രതികാര ദിവസം ഒരു സമൂഹത്തിന് വേദനയും മറ്റേ ആളുകൾക്ക് അല്ലെങ്കിൽ യഹോവയെ ഭയപ്പെടുന്നവന് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം. എന്നാൽ യഹോവയുടെ പ്രസാദ വർഷം എന്ന് പറയുന്നത് ആർക്കും മടങ്ങി വരാനുള്ള സമയമാണ്. യഹോവയുടെ പ്രസാദ വർഷം എല്ലാവർക്കും പ്രസാദമാണ്. ഇതാണ് യഹോവയുടെ പ്രസാദ വർഷവും അവൻ്റെ പ്രതികാര ദിവസവും തമ്മിലുള്ള വ്യത്യാസം. യഹോവയുടെ പ്രസാദ വർഷത്തിൽ അഹങ്കാരികൾക്കും മടങ്ങി വരാം, വിക്കഡായിട്ടുള്ളവർക്കും മടങ്ങി വരാം. അവൻ്റെ പ്രസാദത്തിൻ്റെ വർഷമാണ്. അന്ന് എല്ലാവർക്കും മടങ്ങി വരാം. മടങ്ങി വരുന്ന യഹോവയെ ഭയപ്പെടുന്ന എല്ലാവർക്കും, അവൻ ഒരു കാലത്ത് അഹങ്കാരി ആയിരുന്നാൽ പോലും അവനും നീതിസൂര്യനാണ് ഉദിക്കുന്നത്. അതുകൊണ്ട് ഈ യഹോവയുടെ പ്രസാദ വർഷത്തിൽ മടങ്ങി വരവിൻ്റെ സമയം കർത്താവ് തരുമ്പോൾ നമ്മൾ അവൻ്റെ സന്നിധിയിലേക്ക്, അവൻ്റെ പെർഫെക്റ്റ് വില്ലിലേക്ക്, ഞാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന വാക്കാണ് അവൻ്റെ പെർഫെക്റ്റ് വില്ലെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അവൻ്റെ പൂർണ്ണതയുള്ള ഹിതത്തിൽ നിന്നുള്ള ചെറിയ പിന്മാറ്റം പോലും നമ്മെ ആത്യന്തികമായി ചൂള പോലെ ഒരു കത്തുന്ന ഒരു ദിവസത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ നമ്മൾ തെറ്റ് ചെയ്ത് പാപം ചെയ്ത് പന്നിക്കുട്ടി ചെല്ലുന്നത് വരെ ആരും നോക്കിയിരിക്കണ്ട. അവൻ്റെ പൂർണ്ണതയുള്ള ഹിതത്തിൽ നിന്നുള്ള ചെറിയ പിന്മാറ്റം പോലും ആത്യന്തികമായി നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ചൂള പോലെ കത്തുന്ന ഒരു ദിവസത്തിലേക്കാണ്. അതുകൊണ്ടാണ് ആ ദിവസത്തെക്കുറിച്ച്, ഡേ ഓഫ് വെഞ്ചൻസ്, ആ പ്രതികാര ദിവസത്തെക്കുറിച്ചുള്ള ഒരു വലിയ സന്ദേശം അതിന്നും ആവശ്യമാണ്. അതിന്നും ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ എന്താണ്? കർത്താവ് ലോകത്തെ എത്ര സ്നേഹിച്ചു, എന്തിനു വേണ്ടി? തന്നിൽ വിശ്വസിക്കുന്ന ഒരാളും നശിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി ആ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കോണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. നമ്മൾ താഴോട്ട് വായിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യപുത്രൻ വന്നത് ലോകത്തെ ന്യായം വിധിക്കാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാണ്. പക്ഷേ ലോകം രക്ഷിക്കപ്പെടുവാനുള്ള ഒരു വർഷം ദൈവം കൊടുത്തിട്ടുണ്ട്. ആ വർഷത്തിൽ രക്ഷിക്കപ്പെട്ടോണം. അതല്ലെങ്കിൽ താഴെ എന്തുണ്ടെന്നറിയാമോ? ന്യായവിധി എന്നതോ, ചാപ്റ്റർ 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 16 മുതൽ നല്ല വാക്യങ്ങൾ പറഞ്ഞിട്ട് 19-ാം വാക്യം വരുമ്പോഴത്തേക്ക് പറയുന്നതെന്നറിയാമോ? ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തി ഇരുളുള്ളതാകയാൽ അവൻ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു തന്നെ. നോക്ക്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടാനാണ്. എത്ര കാലത്തേക്ക്? ഒരു വർഷത്തേക്ക്. ഒരു വർഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വർഷം. ഒരു പ്രസാദ വർഷത്തേക്ക് ദൈവം തൻ്റെ പുത്രനെ അയച്ചിരിക്കുന്നത് ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാണ്. പക്ഷേ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തി ഇരുളുള്ളതാകയാൽ അവൻ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചാൽ ന്യായവിധിയായി. ഇന്നും അത് സഭയിലുള്ളവർക്കും പ്രസക്തമാണ്, അത് വിശ്വാസികൾക്കും പ്രസക്തമാണ്, അത് സുവിശേഷകർക്കും പ്രസക്തമാണ്, അത് ആഫ്രിക്കയിൽ സുവിശേഷ വേല ചെയ്യുന്ന, മിഷനറി പ്രവർത്തനം ചെയ്യുന്ന എനിക്കും പ്രസക്തമാണ്. വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചാൽ അത് ന്യായവിധിയാണ്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, ഇന്ന് നമ്മൾ വെളിച്ചത്തെക്കുറിച്ച് ഒത്തിരി പ്രസംഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതം എവിടെയാണ്? ഇരുട്ടിലാണ്. നമ്മുടെ പ്രവൃത്തി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് മനുഷ്യൻ പലപ്പോഴും, മിക്കപ്പോഴും ഈ വെളിച്ചത്തെ നിഷേധിക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അവൻ്റെ ഇരുളിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതവൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അവൻ ഇരുട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രസാദ വർഷം, ഇപ്പോൾ അവൻ്റെ പ്രസാദ വർഷം. അതുകൊണ്ടാണ് ദൈവവചനം കൃത്യമായിട്ട് പറയുന്നത്, ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. പക്ഷെ ഒരു ദിവസം വരുന്നുണ്ട്, അവൻ്റെ പ്രതികാര ദിവസം. ആ പ്രതികാര ദിവസം ഇതുവരെ വന്നിട്ടില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ആ പ്രതികാര ദിവസം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറത്തുള്ള എത്രയും ഭീതിതമായ ഒരു ദിവസമാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. യോവേൽ പ്രവചനത്തിൽ ഞാൻ പലപ്പോഴും ഉണ്ടല്ലോ, ഈ പ്രവചനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഈ പ്രവചനങ്ങൾക്കെല്ലാം, പഴയ നിയമത്തിലെ പ്രവചനങ്ങളെല്ലാം വായിക്കുമ്പോൾ പല പ്രവചനങ്ങൾക്കും ആ കാലയളവിലെ അല്ലെങ്കിൽ എഴുതപ്പെട്ട കാലയളവിലെ ഒരു നിവൃത്തിയുണ്ട്, എസ്കറ്റോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അന്ത്യകാലത്തേക്കുള്ള ഒരു നിവൃത്തിയും ഉണ്ട്.
ഇതിനെ ലിങ്ക് ചെയ്ത് പല സമയത്തും ഇത് ഒരുമിച്ച് കയറി കിടക്കുന്നത് കൊണ്ട് അതിന് എസ്കറ്റോളജിക്കലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, ഇപ്പം യോവേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ട്, അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ഇരുളും അന്ധകാരവും ഉള്ളൊരു ദിവസം, മേഘവും കൂരിരുട്ടുമുള്ള ദിവസം തന്നെ, പർവ്വതങ്ങൾ പരന്നിരിക്കുന്ന പ്രഭാതം പോലെയും പെരുപ്പവും ബലവുമുള്ള ഒരു ജാതി, അങ്ങനെയുള്ളത് പണ്ട് ഉണ്ടായിട്ടില്ല, ഇനിമേൽ തലമുറകളോളം ആണ്ടുകളോളം ഉണ്ടാകുകയില്ല. അവരുടെ മുമ്പിൽ തീ കത്തുന്നു, അവരുടെ പിമ്പിൽ ജ്വാല ദഹിപ്പിക്കുന്നു, അവരുടെ മുമ്പിൽ ദേശം ഏദൻ തോട്ടം പോലെ ആകുന്നു, അവരുടെ പിറകിലോ ശൂന്യമായുള്ള മരുഭൂമി, അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും ഒഴിഞ്ഞു പോകുകയില്ല. നോക്കുക, താഴോട്ട് വായിക്കുന്ന സമയങ്ങളെല്ലാം നമ്മളിവിടെ കാണുന്നത് അതിൻ്റെ ഭീകരമായ, നമ്മൾ വിൽ റീഡ് ഇറ്റ് ലേറ്റർ, അതിൻ്റെ ഭീകരമായ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ ഭീതിതമായ കാര്യങ്ങൾ. അവിടെ ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു ദിവസം വരുന്നു, നക്ഷത്രങ്ങൾ കെട്ടുപോകുന്നതായ ഒരു ദിവസം വരുന്നു. ഇതിനകത്ത് 2 അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. ഈ കാര്യങ്ങൾ പ്രവചനമായിട്ട് യോവേൽ പറയുമ്പോൾ വരാൻ പോകുന്ന അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യവും കൂടെ അതിനകത്ത് എന്തുണ്ട്, ഉള്ളടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ അതിനകത്തെ ഒരു ഭാഗം പലപ്പോഴും ആ കാലഘട്ടത്തിലേക്കുള്ളതും ബാക്കിയുള്ളത് എങ്ങോട്ട് വെച്ചിരിക്കുകയാണ്, അന്ത്യകാലത്തേക്ക് വെച്ചിരിക്കുകയാണ്. എസ്കറ്റോളജിക്കലായിട്ടുള്ള ഒത്തിരി പ്രവചനങ്ങൾ അത് പല സമയത്തും ഇവർക്ക് തന്നെ, പ്രവചിക്കുന്നവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ജാതിയുടെ വരവിനെ കുറിച്ച് വളരെ ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ഒരു ജാതി ഒന്നും അല്ല ഇവരെ ഇവിടെ പറയുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ശരിക്കും അങ്ങനെ ചുറ്റുമുള്ള രാജ്യങ്ങളൊന്നും ഈ പറയുന്ന അത്രയും ഭീകരജാതി ആയിരിക്കത്തില്ല. പക്ഷേ വരാൻ പോകുന്ന ദൈവത്തിൻ്റെ പ്രതികാര ദിവസത്തിൽ ഈ പറഞ്ഞ എല്ലാ ഭീകരതയും ഒരുമിച്ച് വരാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പ്രതികാര ദിവസത്തെക്കുറിച്ച് പ്രവാചകന്മാർ ദർശനം കണ്ടുവെങ്കിലും ആ ദൈവത്തിൻ്റെ പ്രതികാര ദിവസം പഴയ നിയമകാലത്തൊന്നും നിറവേറ്റപ്പെട്ടിട്ടില്ല. അവർ ചിന്തിച്ച് അതാണ് പ്രതികാര ദിവസമെന്ന്. പക്ഷേ വരാൻ പോകുന്ന ദുരന്തം അതിനേക്കാളൊക്കെ വളരെ ഭീകരമായിരിക്കും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എന്നാൽ ഈ ഇരുട്ടും അന്ധകാരവുമുള്ള വരാൻ പോകുന്ന ആ കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് എവിടെയാണ്, സിയോനിൽ കാഹളമൂതുവിൻ, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും. നോക്ക്, എവിടെയാണ് കാഹളമൂതേണ്ടത്? സിയോനിൽ കാഹളമൂതുവിൻ. എന്തുകൊണ്ട്? പ്രവാചകൻ പറയാണ്, ഈ ദുരന്തം വരാൻ പോകുന്നത് ജാതികൾക്കാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ അത് വരാൻ പോകുന്നത് ജാതികൾക്ക് മാത്രമൊന്നുമല്ല, അത് നിങ്ങൾക്കാണ്. സിയോനിൽ കാഹളമൂതുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതികാരം എവിടെയാണ് ആരംഭിക്കുന്നത്? സിയോനിലാണ്, നമ്മുടെ സഭയിലാണ്. കർത്താവ് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള വലിയ ചിന്തകളൊക്കെ നമുക്ക് കാണും. പക്ഷെ ഇത് എവിടെയാണ്? ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. കാരണം എന്താണ്? ഇത് പ്രതിഫലിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇരകളായി തീരുന്നത് ആദ്യം സഭയ്ക്കുള്ളിൽ. അതുകൊണ്ടാണ് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചിരിക്കുക. ന്യായവിധി ആരംഭിക്കും ദൈവഗ്രഹത്തിലാണ്. മലാഖിയുടെ പ്രവചനത്തിലാണെങ്കിലും, മലാഖിയുടെ പ്രവചനത്തിൽ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദോഷം പ്രവർത്തിക്കുന്ന ഏവനെ യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു, അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. ഇസ്രായേൽ ജനത ചോദിക്കുകയാണ്, എവിടെയാണോ ദൈവത്തിൻ്റെ ന്യായവിധി? പാപം ചെയ്യുന്നവനൊന്നും ഒന്നും പറ്റുന്നില്ലല്ലോ, അവനൊക്കെ സുഖിച്ചു നടക്കുകയാണല്ലോ. അതുകൊണ്ട് ന്യായവിധിയുടെ ദൈവം എവിടെ? ന്യായവിധിയുടെ ദൈവം വന്നായിരുന്നെങ്കിൽ, ഇവർ പറയാണ്, ന്യായവിധിയുടെ ദൈവം വന്നായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രോഗോപശാന്തിയും മറ്റോന് തീച്ചൂളയും കിട്ടിയേനെ. അതുകൊണ്ട് ന്യായവിധിയുടെ ദൈവം എവിടെ? വരട്ടെ ന്യായവിധിയുടെ ദൈവം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ പറയാണ്, നീ ന്യായവിധിയുടെ ദൈവം വരാൻ വേണ്ടി അങ്ങനെ വലിയ പ്രാർത്ഥനയൊന്നും ആവശ്യമില്ല. ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമെന്നൊക്കെ പ്രാർത്ഥിച്ചു പോരുമ്പോൾ വന്നാൽ നിന്റെ സ്ഥിതി എന്താകുമെന്നോടൊന്ന് ആലോചിച്ചോണമെന്ന്. അവിടെ പറയുന്നത്, എനിക്ക് മുമ്പായി വഴി നിർത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരുമെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇവർ പറഞ്ഞത് നിയമദൂതനായ, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിയമദൂതനുമായവൻ, അതായത് ന്യായവിധി നടത്തുന്ന ദൈവം എങ്ങോട്ട് വരണമെന്ന് ഇവർ പ്രാർത്ഥിക്കുന്നത്? ബാബിലോണിലേക്ക് വരണമെന്നാണ്. ന്യായം വിധിക്കുന്ന കർത്താവ് ബാബിലോണിലേക്ക് വരാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ പറയാണ്, അവൻ അങ്ങോട്ടല്ല ആദ്യം വരുന്നത്, മന്ദിരത്തിലേക്കാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവർ വാസ്തവത്തിൽ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുന്നത്. നമ്മുടെ സഭയും വാസ്തവത്തിൽ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുന്നത് ഇതേ പ്രശ്നമാണ്. എന്താണെന്ന് ചോദിച്ചാൽ,
നമ്മളെന്നും പറയുന്നത്, ഓ കർത്താവ് ഒന്ന് വന്നായിരുന്നെങ്കിൽ, എൻ്റെ ബ്രദറെ കർത്താവ് ഒന്ന് വന്നാൽ മതിയായിരുന്നു. കർത്താവ് വന്നാൽ എന്താ ഗുണം? എന്നാലല്ല ഇവന്മാരെയൊക്കെ കർത്താവ് ശിക്ഷിക്കത്തുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ജാതികളെയും സമുദായക്കാരെയും നശിപ്പിക്കാനായിട്ട് കർത്താവ് വരണം. നമ്മളെല്ലാം രോഗോപശാന്തിയോടുകൂടെ നീതി സൂര്യൻ നമ്മുടെ തലയിൽ ഇങ്ങനെ ഉദിച്ച് വലിയ കിരീടവുമായിട്ട് നിൽക്കും. പലപ്പോഴും നമ്മളെ തന്നെ കാണുന്നതിനുണ്ടാകുന്ന വഞ്ചനയാണിത്. നമ്മൾ ശരിക്കും ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് മലാഖി കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, അവൻ വരുന്ന ദിവസത്തെ ആർക്ക് നേരിടുവാൻ കഴിയും? അവൻ വരുന്ന ദിവസത്തിൽ അവൻ തീർച്ചയായും വരുന്നത് തന്നെ ഭയപ്പെടുന്നവർക്ക് നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. പക്ഷേ പഴയ ഭയത്തോടെയാണോ, പഴയ ദൈവഭയത്തോടെയാണോ നമ്മളിപ്പോൾ നിൽക്കുന്നത്? അതാണ് ചോദ്യം. അതില്ലെങ്കിൽ അവൻ്റെ വരവ് നമുക്ക് അത്ര വലിയ ഗുണമൊന്നും അല്ല ചെയ്യുന്നത്, പലപ്പോഴും ദോഷമായിരിക്കും ചെയ്യുന്നത്. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? വിശുദ്ധന്മാരായ ആളുകൾക്ക് വേണ്ടി അവൻ മടങ്ങി വരുന്നു. തീർച്ചയായും അവൻ്റെ പ്രതികാര ദിവസം എല്ലാവർക്കും ഒരുപോലെ ദുഃഖകരമല്ല. ആർക്ക് മാത്രമേ ഉള്ളൂ? ഇരുളിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ്. അഥവാ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചവനെ ന്യായവിധി വരികയാണ്. പക്ഷെ നമ്മളും വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചിട്ട് ആമേൻ കർത്താവെ വേഗം വരണേ, ആമേൻ കർത്താവെ വരണമെന്നാണ് സഭ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. കർത്താവ് പറഞ്ഞു ഇതാ ഞാൻ വേഗം വരുന്നു. പക്ഷേ സഭ മറുപടി പറയുന്നത് എന്താണ്? ആമേൻ കർത്താവെ വരണമേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറയുന്നത് കർത്താവെ വരണമെന്ന് മാത്രമല്ല വേഗം വരണമേ. എന്തുകൊണ്ടാണ്? എന്നിട്ട് വേണം യുവമാരൊക്കെ നശിക്കുന്നത് എനിക്കൊന്ന് കാണാനായിട്ട്. പക്ഷെ നശിക്കുന്നത് ആരാണെന്നുള്ളത് വരുമ്പോഴറിയാം. ഇവിടെ ഈ തെറ്റിദ്ധാരണയുടെ ഒരു സ്വയം, അതായത് നമ്മളെ തന്നെ കാണാത്തത് കൊണ്ട് നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 58-ാം അധ്യായത്തിൽ ഇതേപോലെ തന്നെ ഒരു സാഹചര്യമാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 58-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അത് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനങ്ങൾ മലാഖിയുടെ കാലയളവിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മലാഖിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ പ്രശ്നം മലാഖിയുടെ കാലഘട്ടത്തിലും ഇതുപോലെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനങ്ങളുടെ തെറ്റിദ്ധാരണയോടാണ് മലാഖി പ്രവചനം പറയുന്നത്. അതായത് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനങ്ങൾ ഇസ്രായേലിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ചിന്തിച്ചു അവർ ഭയങ്കര വിശുദ്ധരും ബാക്കിയുള്ള ആളുകളെല്ലാം ദുഷ്ടന്മാരും. അതുകൊണ്ട് ഞങ്ങൾ ബാബിലോണിൻ്റെ സുഖങ്ങളെല്ലാം കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നീ എന്താ ഞങ്ങൾക്ക് ബാബിലോണിൻ്റെ സൗകര്യങ്ങളെ വെല്ലുന്നതായ സുഖങ്ങൾ തരാത്തതെന്നാണ് അവർ ചോദിക്കുന്നത്. മലാഖിയുടെ പ്രവചനം വെച്ചുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ബാബിലോണെല്ലാം വിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, എന്നിട്ട് എന്താ ഞങ്ങൾക്ക് ബാബിലോണിൻ്റെ സുഖങ്ങളെക്കാൾ വലിയ സുഖങ്ങൾ തരാത്തത്? ഞങ്ങൾ ഇത്രയും വിശുദ്ധന്മാരായി ജീവിച്ചിട്ട് നീ എന്താന്ന് ദുഷ്ടന്മാർക്കെല്ലാം നന്മയും ഞങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയും കൊണ്ടുവരുന്നത്? അവരുടെ പരാതി അതായിരുന്നു. അവിടെ മലാഖി പറയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും നിങ്ങൾ അത്ര വലിയ വിശുദ്ധന്മാരൊന്നും അല്ല. ഇന്നും സഭയോട്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ വിശുദ്ധിയോടെ ജീവിച്ചിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സഭയോട് ഒരു പ്രവാചകന് പറയാനുള്ള ഒരു കാര്യം അതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും വിശുദ്ധന്മാരൊന്നും അല്ല.